അമ്മേ, ഞാൻ ആലോചിക്കായിരുന്നു, വല്ലാത്തൊരു ജന്മം എൻ്റെത്. ശരിക്കും പറഞ്ഞാൽ തീരെ ആവശ്യമില്ലാത്തൊരു ജന്മം. ചെയ്യുന്നതൊന്നും അങ്ങോട്ട് ശരിയാവുന്നുമില്ല, ശരിയാണെന്ന് തോന്നുന്നത് ചെയ്യാനും പറ്റുന്നില്ല. എന്താണെന്ന് പറ. ഞാൻ എങ്ങോട്ടെങ്കിലും അങ്ങ് പോയാലോ അമ്മേ? ഇവിടെ ഇങ്ങനെ ശ്വാസം മുട്ടി കഴിഞ്ഞിട്ട് മടുത്തു. നിയന്ത്രണം വിട്ടാൽ ചിലപ്പോ അതോടെ സകലവും തീരും. ദൂരെ എവിടെയെങ്കിലും ആണെങ്കിൽ ഒന്നും കാണാതെ കഴിക്കാമല്ലോ. ഭരതമോനെ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നീയും കൂടെ എവിടെ ഇല്ലെങ്കിൽ പോകരുത്. നീ പോയാൽ ഞങ്ങളെ അവൻ കൊല്ലും. മോനെ സുധാര, എന്താ മോനെ, നിനക്കെന്നെ മനസ്സിലായില്ലേ? അതോ തന്തേ കണ്ട തിരിച്ചറിയാത്ത അവസ്ഥയിലായോ നീയും? ഞാൻ എന്റെ ഭാര്യയോടും മക്കളോടും സംസാരിക്കുന്നത് കേൾക്കാൻ നിങ്ങൾ എന്തിനാ അവിടെ കൂടി നിൽക്കുന്നത്? ചേട്ടൻ ഇങ്ങോട്ടിരിക്കെ. ചേട്ടനോ? നിന്റെ അമ്മയെ നീ ചേച്ചി എന്നാണോ വിളിക്കാറ്? സരസു, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ടാവും. നിന്നെ കാണാനും നിനക്കൊരു ദുഃഖം ഇല്ലാതിരിക്കാനും ഞാൻ എപ്പോഴും അറിയോടെ വീട്ടിലുണ്ടാവും. അത് പോരെ അച്ഛാ? ഓ, ഞാൻ പോയ പിന്നെ അച്ഛന് കള്ളൊക്കെ കിട്ടാറില്ലേ? ഓ, സുധാകര, അച്ഛനെ പൊന്നുപോലെ നോക്കണം. എന്താ ഇവിടെ? എടാ കള്ളക്കണാരാ, ഞാൻ കുറുപ്പാ, കൃഷ്ണക്കുറുപ്പ്. നമസ്കാരം കുറുപ്പ്. എന്റെ പേരും പറഞ്ഞ് താനൊരു കിഴി കെട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. അതെന്തായി? ഒന്നും ആയിട്ടില്ല, ആവുമ്പോ ഇവിടെ എത്തിച്ചോളാം. എന്താ കാണിക്കുന്നേ? ചേട്ടനല്ല, അച്ഛൻ. എല്ലാം എനിക്കറിയാം. അതല്ല ഇവരോട് ഞാൻ പറയണോ? അയ്യോ വേണ്ട, കുറുപ്പ് പോർക്കണം. ഞാൻ കട്ടിട്ടുണ്ട്. ആകെ കിട്ടിയ പണത്തിൽ നിന്ന് 7000 രൂപ കൊടുത്ത് ഞാൻ സിമന്റ് മേടിച്ചു. 4000 കൊടുത്ത് മകൾക്ക് ഒരു നെക്ലസ് മേടിച്ചു. കുറെ പണം തൊഴിലാളികൾക്ക് തന്നെ പലിശക്ക് കൊടുത്തിട്ടുണ്ട്. പൊറുക്കണം, ഒക്കെ പൊറുക്കണം. ഇനി എന്ത് ബാക്കിയുണ്ടോ എന്റെ മക്കൾക്ക് കൊടുക്കാൻ? ഇനിയിപ്പോ ആ കിഴി കെട്ടാൻ മേടിച്ച തുണി മാത്രമേ ഉള്ളൂ. അത് വെട്ടി ഒരു കോടകം തുന്നിച്ച് അത് കൊടുത്ത് ഈ നാട് മുഴുവൻ നടക്കും. നടന്നോളാമേ. എന്താ സുധാകര, ഇതെന്താ എല്ലാവരും ഇവിടെ? വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല. ഞാനിതൊരു കാലത്തും വിശ്വസിക്കില്ല. ഒന്നും മനഃപൂർവ്വം അല്ല സാറേ. എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ അറിയാറില്ല, സത്യം. പട്ടാപ്പകല് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പേപ്പട്ടിയെ പോലെ താൻ തല്ലിന്നാണ് കണാരമേശ്വരുടെ പരാതി. അടിയോടിയായിട്ട് തല്ലിയിട്ടില്ല. പിന്നെ ഇനി കുറുപ്പിന്റെ ആത്മാവായിട്ട് തല്ലിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. 20ാം നൂറ്റാണ്ടിൽ ആത്മാവോ? ആത്മാവ് മോനെ രാംകുമാരാ, രാത്രി എന്നെ ലോക്കപ്പ് ഇടുകയാണെങ്കിൽ മോൻ എനിക്കൊരു കമ്പിളിപ്പുതപ്പ് തരണം. ഇതിനകത്ത് നല്ല തണുപ്പാ. നിനക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, പണ്ടൊരു ദിവസം ഗുരുവായൂരിന്ന് വരുമ്പോ ഞാൻ നിന്റെ വീട്ടിൽ കയറി. അന്ന് നിന്റെ അമ്മ പുതയ്ക്കാൻ എനിക്ക് ചോന്നൊരു കമ്പിളി തന്നിരുന്നു. അതുപോലെ ഒരെണ്ണം തന്നാ മതി. ഞാനും അടിയോടിയും ഒരുമിച്ച് പുതച്ചോളാം. വിനയേട്ടൻ എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജോലി കിട്ടിയതിന് ശേഷം ഒരുപാട് മാറി. എന്നെ കാണണമെന്നില്ല, സംസാരിക്കണമെന്നില്ല. സത്യം പറയണം, ഞാനൊരു ശല്യമായി തുടങ്ങിയോ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വീട്ടിലെ കാര്യങ്ങളൊന്നും നിനക്കറിയില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം എന്നും പ്രശ്നങ്ങളാണ്. എന്ത് പ്രശ്നങ്ങൾ? അതൊക്കെ നിന്നോട് പറയാൻ പറ്റുമോ? ഇതന്നെ ഞാൻ പറഞ്ഞത്, എന്നോട് പഴയ പോലുള്ള അടുപ്പമില്ലാന്ന്. അടുപ്പമില്ലാഞ്ഞിട്ടാണോ സന്ധ്യയെ? നിനക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ ആദ്യം. അപ്പോഴേക്കും മറ്റാരെങ്കിലും എന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. അതിന് ഞാൻ കൂടെ സമ്മതിക്കണ്ടേ? സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങാൻ ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അച്ഛന്റെ ഇൻഷുറൻസ് എമൗണ്ട് ഉടനെ കിട്ടും. അതോടെ കല്യാണവും കഴിഞ്ഞ് നമ്മൾ പുതിയ ഫ്ലാറ്റിലോട്ട് താമസവും മാറ്റും. പിന്നെ ജീവിതമായി, പ്രാരബ്ധമായി, തമാശകളായി. ഫ്ലാറ്റിലേക്കൊന്നും ഞാനില്ല. പിന്നെ കല്യാണം കഴിഞ്ഞാ കുറെ കാലം എനിക്ക് വിനയേട്ടന്റെ അമ്മയോടൊപ്പം താമസിക്കണം. അയ്യോ, എന്തേ? അല്ല, തുടക്കം തൊട്ടേ മാറി താമസിച്ചില്ലെങ്കിൽ പ്രശ്നമാ. പിന്നെ അമ്മായി അമ്മ പോരാവും, വഴക്കാവും. ഒരു വഴക്കം ഉണ്ടാവില്ല. അമ്മയെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അതല്ല സന്ധ്യേ, അമ്മയ്ക്ക് തീരെ വയ്യ. മാത്രമല്ല നിനക്കൊരു മനസമാധാനം അവിടെ ഉണ്ടാവില്ല. അതൊക്കെ ഞാൻ സഹിച്ചോളാം. അമ്മ എനിക്ക് വെച്ചോളമ്പി തരുമൊന്നും വേണ്ട.
അമ്മയെ നോക്കാനും കൂടിയാ ഞാൻ വരുന്നത്. മാത്രമല്ല ആ വീട് അമ്മ ചേച്ചിയുടെ പേരിൽ എഴുതി കൊടുത്തിരിക്കുക. ആയിക്കോട്ടെ, എന്നാലും അമ്മയോടെ ഉണ്ടാവില്ലേ? കല്യാണം കഴിഞ്ഞ ഉടനെ ഫ്ലാറ്റിലേക്ക് മാറിയാ അത് ഞാൻ പറഞ്ഞിട്ടാണെന്നേ ആൾക്കാർ കരുതും. എന്തിനാ ഇല്ലാത്ത പാവം ഞാൻ തലയിലെടുത്ത് വെക്കുന്നേ? നീ ധൈര്യമായിട്ട് ചെല്ല്. അമ്മേ, ഏ? അല്ല, അമ്മേ, ഞാനും കണ്ടു അമ്മേ, ഞാനും കണ്ടു. ഇതിങ്ങനെ ഒരു അത്ഭുതത്തെ കൊണ്ടെത്തിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. പറഞ്ഞാ വിശ്വസിക്കില്ല. അളി ഇങ്ങോട്ട് നോക്കിയേ. ഇന്നലെ രാത്രി മുതൽ ഞാൻ ഇതുവരെ കണ്ട സുമതിയല്ലേ ഇവള്. കംപ്ലീറ്റ് മാറിപ്പോയി അളിയാ. അർദ്ധരാത്രി തന്നെ ഇങ്ങോട്ട് പുറപ്പെടാൻ നിന്നതാ. പക്ഷെ ഞാൻ പിടിച്ചു നിർത്തി. അതുകൊണ്ടാണ് രാവിലേക്ക് ആക്കിയത് അല്ലേ? നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ച് അസുഖം കൂട്ടണ്ട. വിശ്രമിക്ക്. ഞാൻ ആ വൈദ്യരെ കണ്ടിട്ട് വരാം. വിവരങ്ങൾ മുഴുവൻ വിശദമായിട്ട് ഇവള് പറഞ്ഞു തരും. എനിക്കത് പറയാൻ പേടിയാ. നീ പറഞ്ഞു കൊടുക്ക്. നീ എന്തിനാ കരയണേ? എന്ത് കണ്ടെന്നാ പറയുന്നേ? ഞാനും അച്ഛനെ കണ്ടമ്മേ, എന്റെ പൊന്നച്ഛനെ. ഇന്നലെ രാത്രി ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുമ്പോഴാ വെള്ളം തരുവോ, ഇത്തിരി വെള്ളം തരുവോന്ന് ആരോ ചോദിച്ച പോലെ തോന്നിയത്. എഴുന്നേറ്റ് നോക്കുമ്പോ ചേട്ടനടുത്ത് പോത്ത് പോലെ കിടന്നുറങ്ങുന്നു. പിന്നെ ആരാ ചോദിച്ചത്? ചേട്ടനല്ലാന്ന് മനസ്സിലായി. ശ്രദ്ധിച്ചപ്പോ കിണറിന്റെ അടുത്തുനിന്നാ വിളിക്കുന്നത്. ഞാൻ പതുക്കെ ചെന്ന് വാതിൽ തുറന്നു. നോക്കിയപ്പോ കിണറിന്റെ കരയിലുണ്ട് നമ്മുടെ അച്ഛൻ നിൽക്കുന്നു. അതേ വേഷം, അതേ ചിരി. എന്നെ കണ്ടതും മോളെ ഇത്തിരി വെള്ളം തരുമോന്ന് ചോദിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ ചെന്ന് വെള്ളം കോരി ബക്കറ്റിൽ തന്നെ അച്ഛന്റെ കയ്യിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. അച്ഛനത് മുഴുവൻ കുടിച്ചു. ഭയങ്കര ദാഹമായിരുന്നു. വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു, ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസിച്ചോളെ. എനിക്കും കൂടി ഉള്ളതാണ് ഇൻഷുറൻസിന്റെ പണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്. ഇനി ഞാൻ ഇവിടുന്ന് പോവില്ല, തല്ലി കൊന്നാലും പോവില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി. അച്ഛൻ എന്നെ ജീവനാ. നിങ്ങൾക്ക് എന്നെ വേണ്ടാത്തത്. നീ പ്രസംഗം നിർത്ത്. എന്റെ അടുത്തല്ലാതെ അച്ഛൻ നിങ്ങളുടെ അടുത്ത് വന്നില്ലല്ലോ. അതാ പറഞ്ഞത്, മക്കളിൽ വെച്ച അച്ഛന് ഏറ്റവും ഇഷ്ടം എന്നെയാ. ഇങ്ങോട്ട് പാടി. ചേട്ടാ, ഞാൻ പറയാം. ഇനി പറയാനുള്ളത് ഇവിടെ പറ. എടി, ഇൻഷുറൻസിന്റെ പണം പിരിക്കാനേ വേറെ മാർഗങ്ങളുണ്ട്. അതിൽ കൈയിട്ട് വരാൻ നീ അച്ഛന് 2 ബക്കറ്റ് വെള്ളം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പുറത്തുള്ള ഒരാൾക്കും അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് അറിയില്ല. നിന്റെ നാവിൽ നിന്ന് ആരെങ്കിലും ഇതറിഞ്ഞാൽ നീ അടക്കം എല്ലാവരും ജയിലില്ല. എന്തായാലും എന്റെ ചേട്ടൻ ഒരിക്കലും ഇത് അറിയണ്ട. അങ്ങേരുടെ മനസ്സിലൊന്നും നിൽക്കൂല. അച്ഛാ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഹോമം നടത്തണം. ചിറ്റപ്പന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ മോക്ഷകർമ്മം നടത്തണം. ആത്മാവിനെ ആൾരൂപത്തിൽ ആവാഹിച്ച് രാമേശ്വരത്തോ തിരുനെല്ലിയിലോ സമർപ്പിക്കണം. എനിക്കിനി ഈ കുറിപ്പിനെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ വയ്യ. എന്റെ പൊന്നേട്ടാ, നാട്ടിൽ എത്രയോ പേർ മരിക്കുന്നു. അവരാരും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നില്ലല്ലോ അനിയ. ഒള്ളി അവർ ചിറ്റപ്പൻ. അച്ഛന് ശാന്തി കിട്ടുന്നതിന് മോൻ എന്താ എത്ര വിഷമം? ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? അത് പറയരുത്, അത് പറയരുത്. മരിക്കുന്നത് വരെ അച്ഛൻ നിങ്ങൾക്ക് സ്വന്തം. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവായി. ആത്മാക്കളെല്ലാം പൊതുസ്വത്തല്ലേ? മാത്രമല്ല, ഇന്ന് അടിയോടി, നാളെ ചിറ്റപ്പൻ എന്റെ ദേഹത്താണ് കയറുന്നതെങ്കിലോ? ചേട്ടനെ നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചാ മതി. നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ ഇവന്റെ അമ്മയെ കണ്ട് സംസാരിക്കാം. അതെ, പഴമക്കാർക്ക് അതിന്റെ വില അറിയും. ഇവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഹോമം നമുക്ക് എല്ലാവർക്കും കൂടി നടത്താം. ബുദ്ധിമുട്ടുള്ളവർ വീട്ടിൽ നിന്നും മാറി നിന്നാ മതി. അതൊന്നും വേണ്ട. ഈ ഹോമമല്ലാതെ വേറെ ഒരു വഴിയും ഞങ്ങൾ കാണുന്നില്ല. അതെ, സാർ, സമയവും സന്ദർഭവും നോക്കി വേണം പരാതി തരാൻ. അല്ലാതെ തരുന്നൊന്നും പരാതിയായിട്ട് അംഗീകരിക്കില്ല. ഇയാൾ ഒരാഴ്ച ശേഷത്തോട്ട് വാ. ഓ ഓ ഓ